നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് ഒരു 9ാം ക്ലാസ്സുകാരി വിദ്യാർത്ഥിനി ആഷിർ നന്ദ ആത്മഹത്യ ചെയ്തില്ലേ? അന്ന് മുതൽ പറയണമെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളാണ്. ആദ്യം വിചാരിച്ചു പറയണ്ട. കാരണം പറയുന്നത് എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. പല രീതിയിലും അത് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. പിന്നെ ചിന്തിച്ചു പറയണം. പറയുന്നതാണ് ശരി. കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ ഒന്ന് മാറി ചിന്തിച്ചാൽ അത്രയെങ്കിലും ആയില്ലേ? ഏറ്റവും ആദ്യം പറയാനുള്ളത് പ്രിയപ്പെട്ട കുട്ടികളോടാണ്. കുട്ടികൾ പഠിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പരാജയം, നിരാശ, വേദന, സങ്കടം ഇതൊന്നും അനുഭവിക്കാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. എപ്പോഴും നമുക്ക് വിജയം മാത്രം ഉണ്ടാവും, എപ്പോഴും നമുക്ക് സന്തോഷം മാത്രം ഉണ്ടാവും, എല്ലാവരും നമ്മളെ അംഗീകരിക്കും, പ്രശംസിക്കും എന്നൊന്നും വിചാരിക്കരുത്. ഈ ഭൂമിയിൽ അതൊന്നും നടപ്പില്ല. നമ്മൾ പഠിക്കേണ്ടത് ഈ വേദനകളെയും ഈ പരാജയങ്ങളെയും ഈ സങ്കടങ്ങളെയും ഒക്കെ നേരിടാനാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ യു ഹാവ് 2 ഓപ്ഷൻസ് ഓൾവേസ്. ഈദർ യു ക്യാൻ കം ഔട്ട് ഓഫ് ഇറ്റ് ബ്രോക്കൺ, അല്ലെങ്കിൽ യു ക്യാൻ കം ഔട്ട് ഓഫ് ഇറ്റ് സ്ട്രോങ്ങർ. സ്ട്രോങ്ങറായിട്ട് പുറത്തു വരാനാണ് നമ്മൾ പഠിക്കേണ്ടത്, ഫേസ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇംഗ്ലീഷിലൊരു മനോഹരമായ ചൊല്ലുണ്ട്, വെൻ യു അവോയ്ഡ് ഇറ്റ് ഇറ്റ് ഗ്രോസ്, വെൻ യു ഫേസ് ഇറ്റ് ഇറ്റ് ഗോസ് എന്ന്. ഈ ധൈര്യമാണ്, വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ആറ്റിറ്റ്യൂഡാണ് നമുക്കുണ്ടാവേണ്ടത്. അത് പഠിക്കേണ്ടത് സ്കൂളിൽ നിന്നാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പാഠപുസ്തകങ്ങളിൽ എവിടെയും ഇതില്ല എന്നുള്ളതുകൊണ്ട് സ്കൂളിൽ നിന്ന് ഇത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും നമുക്ക് പഠിച്ചേ പറ്റൂ. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് പ്രിയപ്പെട്ട അധ്യാപകരോടാണ്. നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഈസ് ടു അസിസ്റ്റ് ദ ചിൽഡ്രൻ ടു ഐഡൻറ്റിഫൈ ദെയർ ഫുൾ പൊട്ടൻഷ്യൽ എന്നുള്ളത് മാത്രമാണ്. ഓരോ കുട്ടിയിലുമുള്ള അവൻ്റെ കഴിവിനെ, അവളുടെ കഴിവിനെ കണ്ടെത്താൻ, അതിൻ്റെ മാക്സിമത്തിൽ അത് ഉപയോഗിക്കാൻ ആ കുട്ടികളെ സഹായിക്കുക, അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ആരെയും തല്ലിപ്പഴുപ്പിക്കാൻ പോകണ്ട എന്നർത്ഥം. പഴുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ മതി, ഇല്ലാത്തതൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. അധ്യാപകർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പറയുന്നത് കുട്ടികൾ മറന്നേക്കും, നിങ്ങൾ ചെയ്യുന്നതും കുട്ടികൾ മറന്നേക്കും. പക്ഷേ നിങ്ങൾ അവർക്ക് കൊടുക്കുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ദ വേ യു മേക്ക് ദം ഫീൽ, അതവർ മറക്കില്ല. മൂന്നാമത്തെ കാര്യം പറയാനുള്ളത് പ്രിയപ്പെട്ട മാതാപിതാക്കളോടാണ്. ഈ പറയപ്പെട്ട സ്കൂളുണ്ടല്ലോ, ആ സ്കൂളിന് മുറ്റത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് മാതാപിതാക്കളും മറ്റാളുകളും ഒക്കെ സ്കൂളിനെതിരെ, മാനേജ്മെൻറ്റിനെതിരെ, പ്രിൻസിപ്പലിനെതിരെ, ഈ പറയപ്പെട്ട അധ്യാപകർക്കെതിരെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ ചോദ്യം എനിക്ക് മാതാപിതാക്കളോട് ചോദിക്കാനുള്ളത്, നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ ഈ കോലത്തിൽ ആയതിൽ നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു സ്കൂൾ നല്ല സ്കൂളാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്, അവിടെ കുട്ടികളെ അയക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആ സ്കൂളിൽ ഇനി എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാലും ആ സ്കൂളിലെ 10ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ 12ാം ക്ലാസ്സിലെ കുട്ടികൾ എത്ര പേര് എത്ര വിഷയത്തിൽ A+ വാങ്ങി എന്ന് നോക്കിയിട്ടല്ലേ നിങ്ങൾ ആ സ്കൂളിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്? അത് നോക്കിയിട്ടല്ലേ ആ സ്കൂളിൽ കുട്ടികളെ ചേർക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇറ്റ് ഈസ് ആഫ്റ്റർ ഓൾ എ ബിസിനസ്. പുണ്യം കിട്ടാനൊന്നുമല്ല അവർ സ്കൂൾ നടത്തുന്നത്. അവർക്ക് ലാഭം ഉണ്ടാവണം, അതിനവർക്ക് കസ്റ്റമേഴ്സിന് വേണം. കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ടാവണം, ഉള്ള കസ്റ്റമേഴ്സ് നിലനിൽക്കണം. അതിനവർക്ക് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സുമാണ് ആവശ്യം. നിങ്ങളുടെ ഹാപ്പിനെസ്സും നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷനും A+ലാണെങ്കിൽ അത് പരമാവധി നേടിയെടുക്കാൻ ദേ വിൽ ഗോ ടു എനി എക്സ്റ്റെൻറ്റ്. അങ്ങനെ സംഭവിക്കുന്നതാണിതൊക്കെ. ആ സ്കൂളിനെയോ ആ അധ്യാപിക ചെയ്ത കാര്യത്തെയോ ന്യായീകരിക്കുകയല്ല. തീർച്ചയായിട്ടും അത് വലിയ തെറ്റാണ്. അങ്ങനെ വലിയ തെറ്റുകൾ വിദ്യാലയങ്ങളിൽ ഉണ്ടാവാൻ അതിൻ്റെ പിന്നിലെ വലിയൊരു പ്രേരക ശക്തി എന്ന് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ മാതാപിതാക്കൾ തന്നെയാണ്. ഇനിയെങ്കിലും മാറി ചിന്തിക്കണം. ഇനിയൊരു ആഷിർ നന്ദ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വർഷങ്ങളായിട്ട് നമ്മൾ പിന്തുടർന്നു വരുന്ന ചില വിശ്വാസങ്ങൾ, ചില ചിന്തകൾ, ചില ബോധ്യങ്ങളൊക്കെ ഉടച്ചു വാർക്കപ്പെടണമെങ്കിൽ അത് ഉടച്ചു വാർക്കപ്പെടുക തന്നെ വേണം. അല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല.